ഇടുക്കി കുട്ടാറിലെ പോലീസ് അതിക്രമ ദൃശ്യങ്ങൾ പുറത്ത്. പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ നിന്നവരെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കുമരകംമെട്ട് സ്വദേശി മുരളീധരന് അടികൊണ്ട് പല്ല് പൊട്ടിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, തികച്ചും പ്രാകൃതമായി പോലീസ് ആളുകളോട് പെരുമാറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അടികൊണ്ടവരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണിപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണോ ചർച്ചയാകുന്നത്, അതോ ആരെങ്കിലും പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നോ നേരത്തെ? ലക്ഷ്മി, പോലീസിൻ്റെ ഒരു അതിക്രമ ദൃശ്യം എന്ന് തന്നെ വേണം നമുക്ക് ഇതിനെ പറയാൻ. കാര്യം, കഴിഞ്ഞ പുതുവത്സര ദിനത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കമ്പംമേട്ടിന് സമീപത്തുള്ള കൂട്ടാറിൽ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. കൂട്ടാറിൽ ഈ പുതുവത്സര ദിനത്തിൻ്റെ അന്ന് തലേന്ന് ഈ മുരളീധരൻ എന്ന ഒരു ഓട്ടോ തൊഴിലാളിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ സ്വയം സഹായ സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് ശേഷം പുതുവത്സര ദിനത്തിൽ യുവാക്കൾ പടക്കം പൊട്ടിക്കുന്നത് കാണുന്നതിന് അവിടെ നിന്നപ്പോഴുണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പോലീസിൻ്റെ അതിക്രമം അപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇവരോട് വീട്ടിൽ പോകാൻ പറയുകയും, പക്ഷേ അവർ പറഞ്ഞു പുതുവത്സര ദിനമല്ലേ, പടക്കം പൊട്ടുന്നത് കാണാൻ നിന്നതാണ് എന്ന് പറഞ്ഞ് തിരിച്ച് മറുപടി കൊടുത്തതിൽ പ്രകോപിതനായാണ് കമ്പംമേട്ട് എസ് ഐ ഷമീർ ഖാൻ ഇത്തരത്തിലുള്ള ഒരു അതിക്രമത്തിലേക്ക് പോയത്. അവിടെ നിന്നവരെ മർദ്ദിച്ച് ഓടിക്കുകയും ഈ മുരളീധരൻ എന്നയാളുടെ മുഖത്തടിച്ച് മുരളീധരൻ നിലത്ത് വീഴുകയും ചെയ്തു. നിലത്ത് വീണപ്പോഴാണ് ഈ പല്ലിന് പൊട്ടലുണ്ടായത്. ഇത് പിന്നീട് മുരളീധരൻ വീട്ടിൽ അറിയിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് വീട്ടിൽ പറയുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി കമ്പംമേട്ട് പോലീസിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുരളീധരനെ പോലീസ് സമീപിക്കുകയും ഈ പല്ല് പൊട്ടിയതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ചിലവുണ്ടെങ്കിൽ അത് ചിലവ് നൽകാമെന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മുരളീധരൻ ഒരു പരാതി ആ സമയത്ത് പോയില്ല. അങ്ങനൊരു പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിൽ വിശ്വസിച്ചാണ് മുരളീധരൻ മറ്റ് കംപ്ലൈന്റിലേക്കൊന്നും പോകാതെ ഇരുന്നത്. പിന്നീട് ദിവസങ്ങൾ കടന്നു പോയിട്ടും അതിനെപ്പറ്റി പോലീസ് പിന്നീടൊരു നീക്കുപോക്ക് ഉണ്ടാകാതെ വന്നതോടെയാണ് മുരളീധരന് ചികിത്സ തേടിയപ്പോൾ പണവും ചെലവായിട്ടുണ്ടായിരുന്നു. ആ ചെലവായ പണമാണ് മുരളീധരൻ ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അത്തരമൊരു നീക്കമൊന്നും ഉണ്ടാകാതെ വന്നു. ഇതേ തുടർന്ന് മകൾ ആണ് ഈ സംഭവം അറിയുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് ഇത്ര ഗുരുതരമായ ഒരു സംഭവമാണ് ഉണ്ടായതെന്നുള്ളത് മകൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ മകളുടെ നിർബന്ധത്തിൽ മുരളീധരൻ പരാതി നൽകുകയായിരുന്നു. കട്ടപ്പന ഡിവൈഎസ്പിക്കും SP ഓഫീസിലും പരാതി നൽകി. അശ്വതി നമുക്കൊപ്പം ചേരുകയാണ്, മുരളീധരന്റെ മകൾ അശ്വതി. അശ്വതി, ഗുഡ് മോർണിംഗ്. ഒരു പരാതിയുമായി നിങ്ങൾ ഏതായാലും മുന്നോട്ട് പോവുകയാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, തികച്ചും പ്രാകൃതമായ ഒരു ആക്രമണ രീതിയാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് യാതൊരുവിധ മാന്യതയും കൊടുക്കാതെ ആളുകളെ മർദ്ദിക്കുന്നു. മാത്രമല്ല, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അടികൊണ്ട് പല്ല് പൊട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പരാതി ഏത് തരത്തിലാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്? നിലവില് ആദ്യമേ സംഭവം നടന്നത് തൊട്ട് പറയാം. ഇത് ഡിസംബർ 31-നാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അവര് പടക്കം പൊട്ടിക്കുന്നത് കണ്ട് എൻ്റെ അച്ഛൻ അവിടെ നിൽക്കുമായിരുന്നു. അഞ്ചാല് അവിടെ പൊട്ടിക്കുന്ന കണ്ടിട്ട് അവരവിടുന്ന് അപ്പുറത്തെ സ്ഥലത്തുനിന്ന് വരികയായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമ്പംമേട്ട് CI ഷമീർ ഖാൻ പുള്ളി അവിടെ വരികയും അവരോട് യാതൊരുവിധ പ്രകോപനമില്ലാതെ അവരുടെ അസഭ്യം പറയുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. പിടിച്ച് തള്ളുവാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ അച്ഛനെ പിടിച്ച് തള്ളുകയും ആ തള്ളലില് എൻ്റെ അച്ഛനെ മറിഞ്ഞടിച്ച് വീഴുകയും അവിടുന്ന് പല്ലിന് ആഘാതം സംഭവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്ന് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ അതൊരു വെറും വീണതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വീണതേ ഉള്ളൂ, തള്ളിയതേ ഉള്ളൂ എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുള്ളൂ. ഇത് ആദ്യമേ അത് കഴിഞ്ഞിട്ട് അവരെ കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവര് ഇങ്ങനൊരു സംഭവമാണ് നടന്നതെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. നമ്മൾ ആവശ്യപ്പെടുകയൊന്നും അല്ലായിരുന്നു ആശുപത്രി ചെലവ്
ഇത്രയും ചെയ്യണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുകയൊന്നും അല്ലായിരുന്നു. അത് ജസ്റ്റ് അപ്പം നമ്മൾ എന്തായാലും അവർ കോണ്ടാക്ട് ചെയ്യില്ല, അവർക്കറിയാം അതിന്റെ സീരിയസ്നെസ് അറിയാവുന്നത് കൊണ്ട് കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തത് നിലവിൽ. പക്ഷെ അല്ലാതെ നമ്മൾ കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല. ഇതൊരു അവർ ആശുപത്രി ചെലവ് എടുത്തിരുന്നോ അശ്വതി? അവർ ആശുപത്രി ചെലവ് എടുക്കാൻ വന്നിരുന്നോ? അങ്ങനെ വന്നൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ ഒരു ടോക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴേ പറഞ്ഞു ആശുപത്രി ചെലവൊന്നും വേണ്ട. ഞാനിത് പക്ഷേ ജസ്റ്റ് ഒരു തള്ളല് മാത്രമാണ് അന്നും നമ്മൾ അറിയുന്നത്. അശ്വതി എപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്? ജനുവരി 15-ാം തീയതിയാണ് ഈ ഫോട്ടേജ് കാണുന്നത്. 16-ാം തീയതി ഞാൻ SP ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അശ്വതി എവിടെ നിന്നാണ് ഇത് കാണുന്നത്? ഈ വീഡിയോ എവിടെ നിന്നാണ് കണ്ടത്? എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അവിടുന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് 15-ാം തീയതി പോയപ്പോഴാണ് ഞാൻ അവിടെ വെച്ചാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇത് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് SP ഓഫീസിൽ പോവുകയാണ് ചെയ്തത്. ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇയാൾക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ അശ്വതി? പെറ്റീഷൻ അത് SP ഓഫീസിൽ ഞാൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ പെറ്റീഷൻ ഫയൽ ചെയ്തു. പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അവർ പറഞ്ഞത് ASP അന്വേഷിച്ചിട്ട് അവിടുന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് SP അതിന്റെ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 16-ാം തീയതി കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ASPയുടെ ഓഫീസിലേക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ASPയുടെ ഓഫീസിൽ 2-3 ദിവസമായിട്ടും അവിടെ ഒരു നടപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ASP സ്ഥലത്തില്ല, വരുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ആള് വന്നു കഴിഞ്ഞിട്ട് 23-ാം തീയതി എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 23-ാം തീയതി അന്ന് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു കട്ടപ്പന. ഞങ്ങൾ ചെന്ന് അവിടുന്ന് അച്ഛന്റെ മൊഴി എടുത്തു. പിന്നെ വിറ്റ്നസ് ആയിട്ട് ഒരാളുണ്ടായിരുന്ന ആളുടെ മൊഴി എടുത്ത് അവര് രേഖപ്പെടുത്തി. അപ്പോഴും അവര് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കംപ്ലൈന്റ് ആയിട്ട് ഇത് കേസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. കേസ് എടുക്കണമെങ്കിൽ ഇത് സംഭവം നടന്നിരിക്കുന്ന സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അവിടുന്ന് കംപ്ലൈന്റ് എടുക്കാൻ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഇപ്പം ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഈ CI ഉള്ള അതേ സ്റ്റേഷൻ തന്നെയാണ് ഞങ്ങളുടെ പരിധി വരുന്നത്. അവിടെ കൊണ്ട് ആ CIക്ക് എതിരെ ആ സ്റ്റേഷനിൽ കൊണ്ട് എങ്ങനെ പരാതി കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതന്നെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ പിന്നീട് യാതൊരുവിധ അന്ന് അവർ വിളിപ്പിച്ച് ജനുവരി 23-ാം തീയതി വൈകിട്ട് അവർ വന്നൊരു അന്വേഷണം നടത്തി. എന്നാലും അതൊരു താൽക്കാലികം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. DGP IG മുതലുള്ള എല്ലാ ഹെഡിലേക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുന്നും യാതൊരുവിധ റെസ്പോൺസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇനിയും ഇത് കംപ്ലൈന്റുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിയമ നടപടി സ്വീകരിക്കുന്ന അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ CIനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന മാത്രമല്ല, നിലവിൽ ആ പുള്ളിയെ സസ്പെൻഷൻ ചെയ്യുന്നിടം വരെ ഞാൻ ഇതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നന്ദി അശ്വതി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അക്രമത്തിനിരയായ മുരളീധരന്റെ മകളാണ് അശ്വതി. ആൽവിൻ തോമസ് തുടരുന്നുണ്ട്. ആൽവിൻ, അശ്വതി പറയുന്നത് കേൾക്കുകയായിരുന്നു. ഇപ്പോൾ ആ പരാതി അവർ കൊടുത്തതിന് ശേഷവും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ പരാതിയിലും മെല്ലെപ്പോക്കാണ്. സാങ്കേതികത്വം പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കാര്യം കണ്ടതാണ്. ഒരു കുടുംബത്തെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. ആ വീഡിയോ പുറത്തു വന്നതോടുകൂടി ഈ കേസിലും വീഡിയോ പുറത്ത് വന്നതോടുകൂടി ഒരു വേഗത്തിൽ നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ? അതാണ് ലക്ഷ്മി. 16-ാം തീയതി പരാതി നൽകിയതാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ജനുവരി 16-ന് പരാതി നൽകിയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോഴും കമ്പംമെട്ട് CI ഷമീർ ഖാൻ തുടരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിൽ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പരാതി നൽകുകയും അതിൽ നടപടി ഉണ്ടാകാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ മറ്റ് നമ്മൾ വാർത്തയാക്കുമ്പോഴൊക്കെ പൊടുന്നനെയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് ഇത് വാർത്തയാകുമ്പോൾ പെട്ടെന്നുള്ള നടപടികളിലേക്കൊക്കെ പോലീസ് പോകുന്നു. എന്നാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ള ഇരയായിട്ടുള്ള ആളുകൾ കൊണ്ട് പരാതി കേൾക്കുമ്പോൾ അത് അതിൻ്റെ വേഗതയിൽ മാത്രമാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് അതിൻ്റെ മെല്ലെപ്പോക്കിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ അതിക്രമം നിറഞ്ഞൊരു സംഭവമാണ് ആ CI അവിടെ കാണിക്കുന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. പുതുവത്സര തലേന്ന് പടക്കം പൊട്ടിക്കുന്നത് കാണാൻ ഇവരവിടെ മറ്റൊരു തർക്കമോ വാക്കുതർക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മുരളീധരൻ പറയുന്നുണ്ട്. ഇത്രയും അവിടെ ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് അവിടെ നിന്നപ്പോൾ ഈ പടക്കം പൊട്ടി കുറച്ച്
യുവാക്കൾ പടക്കം പൊട്ടിക്കുന്നത് കണ്ടു. അത് മുകളിലേക്ക് നോക്കി പടക്കം പൊട്ടിക്കുന്നത് നിന്നപ്പോഴാണ് ഈ പ്രകോപനം പോലും ഇല്ലാതെ CI വന്ന് ഇത്തരത്തിലുള്ള മർദ്ദനം നടത്തിയത് എന്നുള്ളതാണ്. കൂടെ ഉണ്ടായിരുന്നവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ മുരളീധരനാണ് കാര്യമായി മർദ്ദനമേറ്റ്. മുരളീധരനെ മുഖത്തടിച്ചപ്പോൾ മുരളീധരൻ വഴിയിലേക്ക് വീഴുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി കൂടിയാണ് മുരളീധരൻ. ഈ വീഴ്ചയിലാണ് പല്ലുപൊട്ടലുണ്ടാകുന്നത്. പിന്നീട് ഇത് വീട്ടുകാരോട് പറയാൻ പോലും മടിക്കുകയും, പക്ഷേ എന്നാൽ മകൾ ഇത് കണ്ടിട്ട് ഈ ഗുരുതരമായ ഒരു മർദ്ദനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് കൂടുതൽ പരാതിയുമായി രംഗത്തെത്തുന്നത്. ഇതിനിടെ പോലീസ് ഇതിൽ ഒത്തുതീർപ്പിന് ശ്രമമൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതും മകൾ തന്നെ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശുപത്രി ചെലവുകൾ വന്നാൽ അത് വഹിക്കാമെന്നുള്ളതൊക്കെയും പോലീസ് അറിയിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് സ്വീകാര്യമല്ല. അവരത് ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് കഴിഞ്ഞ 16-ാം തീയതി കൊണ്ട് പരാതി നൽകുന്നത്. അതിനുശേഷം 23-ാം തീയതി പോലീസ് ഒരു പ്രാഥമിക മൊഴിയെടുപ്പെന്ന നിലയിൽ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. CI ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തരം സംഭവങ്ങൾ, അനാസ്ഥകൾ എത്രയും വേഗം പരാതി ഉണ്ടായാൽ പരിഹരിക്കണം എന്നുള്ളതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഒക്കെ നിർദ്ദേശം നമുക്ക് പലപ്പോഴായി കേട്ടിട്ടുള്ളത്. പോലീസിൽ ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പോലീസിൻ്റെ നല്ല നടത്തിപ്പിനെ പലപ്പോഴും പ്രശംസയോടെ പറയുന്ന മുഖ്യമന്ത്രിയാണ് ഉള്ളത്. അദ്ദേഹം പലപ്പോഴും പറയുന്നത് പോലീസിനെ വാഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ ആ ഒറ്റപ്പെട്ട സംഭവത്തിൽ എത്രയും വേഗം നടപടി ഉണ്ടാകണം എന്നുള്ളത് തീർച്ചയായും തന്നെയാണ് അടിയന്തരമായ നടപടിയാണ് വേണ്ടത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനിയെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം. അതല്ലാതെ ആ കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും സാങ്കേതികത്വം പറഞ്ഞ് തട്ടിക്കളിക്കുകയല്ല വേണ്ടത്. ഏതായാലും ആ കുടുംബം അതിശക്തമായി തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണിപ്പോൾ അശ്വതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.